السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وكفى وسلام على عباده الذين اصطفى وآل كل والصحابة ومن اقتفى. أما بعد، إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. صدق الله مولانا العظيم. പ്രിയ സഹോദരങ്ങളെ, ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിൻ്റെ മുമ്പ് തന്നെ സമൂഹത്തിൽ വ്യക്തിത്വം പ്രകടിപ്പിക്കാൻ ഒരുപാട് സന്ദർഭങ്ങൾ ലഭിക്കുകയും ജീവിതത്തിൻ്റെ നിഖില തുറകളിലും വ്യക്തമായ പരിചയവും അനുഭവ സമ്പത്തും നേടാൻ സാധിക്കുകയും ചെയ്തു. വിശിഷ്യ ഒരിക്കൽ സ്വഹാബത്തും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടി ഒരു യാത്ര പോകുമ്പോൾ അറാക്ക് മരങ്ങൾ നിറയെ കായ്ച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ സ്വഹാബത്ത് അറാക്കിൻ്റെ കായ പറിച്ചു തിന്നാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ പറയുന്നുണ്ട്, അതിൽ കറുപ്പ് നിറം പിടിച്ച കായ പറിച്ചാൽ മതി, അതേ മധുരമുണ്ടാവും. പഴുപ്പ് പൂർത്തിയാവുമ്പം അറാക്കിൻ കായ്കൾ നമ്മുടെ നാട്ടിലെ ഈ മുള്ളമ്പഴം പോലെ കറുത്തിരിക്കും. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, താങ്കൾക്ക് ഈ കാട്ടിലെ ചെടികളും ഒക്കെ ആയിട്ട് ഇത്ര പരിചയപ്പെടാൻ കാരണം എന്താ? താങ്കൾ ആട് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ ആട് വെച്ചിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞു നിർത്താതെ മാ മിൻ നബിയിൻ ഇല്ലാ റഅൽ ഗനം, ആട് മേച്ച് ശീലിക്കാത്ത ഒരു നബിയും തന്നെ കഴിഞ്ഞു പോയിട്ടില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാമല്ലോ, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ 10 വർഷം ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ ആട് മേക്കലായിരുന്നു തൊഴിൽ. അതിനുശേഷമാണ് നുബുവത്ത് കിട്ടുന്നത്. എന്നതുപോലെ നാം ഇന്നലെ പറഞ്ഞ കൂട്ടത്തിൽ ഉണർത്തി, അറബികളിൽപ്പെട്ട ആട് വളർത്തുന്ന മുതലാളിമാരുടെ ആടുകളെ കൂലിക്ക് മേച്ചുകൊണ്ട് കുടുംബം പോറ്റിയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് നല്ലൊരു പരിശീലനമാണ്. കൂട്ടമായി നിൽക്കുന്ന ആടുകൾ വല്ലാതെ കൂട്ടം തെറ്റി ഇടഞ്ഞ് ഒറ്റക്ക് പോകുന്ന സ്വഭാവമുള്ള, എന്നാൽ ശത്രുക്കളാവുന്ന ചെന്നായ മറ്റ് കാട്ടുജീവികളിൽ നിന്നിട്ടും രക്ഷപ്പെടാനുള്ള ശക്തി കുറഞ്ഞ ബലഹീനമായ മൃഗമാണ് ആട്. ശക്തിയായി പ്രഹരിക്കാനോ ഉപദ്രവിക്കാനോ പറ്റില്ല. വളരെ ജാഗ്രതയും ശ്രദ്ധയും പാലിച്ചെങ്കിലേ ആടുകളെ കൂട്ടം തെറ്റാതെ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനും കഴിയൂ. ഇതിലൂടെ പിന്നീട് വരുന്ന ഉമ്മത്തുകൾ ഈ ആടുകളെ പോലെയാണ്. വിവിധ സ്വഭാവക്കാരും വിവിധ രീതിക്കാരും അങ്ങുമിങ്ങും അകന്ന് ഒറ്റപ്പെട്ടു പോകുന്ന സ്വഭാവവും, അതോടുകൂടി തന്നെ പിശാചുക്കളും മറ്റ് അള്ളാഹുവിൻ്റെ മാർഗത്തിന് ശത്രുക്കളും വഴിതെറ്റിക്കാൻ ധാരാളം വഴിയുള്ളതുമായ ജനങ്ങളെ കൂട്ടിയിണക്കി ഒരു മാലയിൽ കോർത്ത മുത്തുകളെപ്പോലെ ചിട്ടപ്പെടുത്തി അതിൻ്റെ ഇഹപര വിജയത്തിലേക്ക് നയിക്കാൻ നല്ല പ്രയാസം തന്നെയാണ്. അതിനൊരു പരിശീലനക്കളരി എന്ന നിലക്കാണ് അള്ളാഹു തആല അവൻ്റെ അമ്പിയാക്കളെ കൊണ്ടിട്ട് ആട് മേപ്പിക്കുന്നത്. പ്രായം കൂടുന്തോറും വ്യത്യസ്തങ്ങളായ ദൃഷ്ടാന്തങ്ങൾ നേരത്തെ കൂടെ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയും അവസാന ഘട്ടത്തിൽ അത് വർദ്ധിക്കുകയും ചെയ്തു. നുബുവത്തിനോട് അടുത്ത സമയത്ത് ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഇർഹാസുകളായിക്കൊണ്ട് ആർക്കും മനസ്സിലാക്കാവുന്ന അസാധാരണത്വം വിളിച്ചറിയിക്കുന്ന ഒരുപാട് സംഗതികളുണ്ടായിരുന്നു. അതിൽപ്പെട്ടതാണ് ഒറ്റക്ക് വിജനമായ സ്ഥലത്തൂടെ നടക്കുമ്പോൾ കല്ലുകൾ സലാം പറയും. വ്യക്തമായി കേൾക്കും, കല്ലുകൾ സലാം പറയും. അതുപോലെ തന്നെ വൃക്ഷങ്ങൾ സലാം പറയും.
ആളില്ലാത്ത ഒഴിഞ്ഞ പ്രദേശത്തിലൂടെ നടക്കുമ്പോൾ കാട്ടുമൃഗങ്ങൾ വന്നിട്ട് അവിടുത്തെ തഴുകി തലോടിക്കൊണ്ട് ചുറ്റും കറങ്ങി നടക്കും, ഒന്നും ഉപദ്രവിക്കില്ല. ഇങ്ങനെ വിവിധങ്ങളായ ദൃഷ്ടാന്തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയും അതിനിടയിൽ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സ് പൂർത്തിയാവുന്ന സമയത്ത് സ്വപ്നം മുഖേന വഹി ലഭിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ വ്യക്തമായി കാണാം, ഒരു സുന്ദരമായ പട്ടിൽ ബിസ്മി എഴുതി ഇഖ്റഇന്റെ 5 ആയത്തുകൾ സ്വർണലിപികളാൽ പട്ടിൽ എഴുതിയിട്ട് ആ പട്ട് തുണി നിവർത്തിയിട്ട് ഉറക്കത്ത് കാണുക. ഇത് കാണിച്ചു കൊടുത്തിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആയത്തുൽ സ്വപ്നത്തിലൂടെ കാണുക. ഇപ്പൊ ഖുർആൻ ഇറക്കപ്പെട്ടിട്ടില്ല, അതിന്റെ മുമ്പ് സ്വപ്നം മുഖേന തന്നെ ആദ്യമായിട്ട് കാണിച്ചു കൊടുത്തു. അങ്ങനെ 6 മാസക്കാലം വിവിധങ്ങളായ സ്വപ്നങ്ങൾ കണ്ട് അത് സത്യമായി പുലർന്ന് അങ്ങനെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജനവാസം ഇഷ്ടക്കേടായി തോന്നുകയും ഏകാന്തവാസം താല്പര്യപ്പെടുകയും ചെയ്തു. അപ്പൊ അറബികളിൽപ്പെട്ട പ്രമുഖ ബുദ്ധിജീവികളൊക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ഹെറാ പർവ്വതത്തിന്റെ മുകളിൽ പോയിട്ട് അതിൻ്റെ ഒരു ചെരുവിലുള്ള ഗുഹയിൽ പോയി ധ്യാനിച്ചിരിക്കുക എന്ന്. അബ്ദുൽ മുത്തലിബ് വർഷം തോറും ചെയ്യുന്ന ഏർപ്പാടായിരുന്നു അത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യാദൃച്ഛികമായി ഉണ്ടായ ഒരു അനുഭവമല്ല ഹെറാ ഗുഹയിൽ പോയിരിക്കുക എന്നത്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആ ഗുഹയിലിരുന്ന് നേരെ നോക്കിയാൽ കഅബ ഷരീഫ് കൃത്യമായി കാണും. ഇപ്പം കാണൂല, കാരണം ഇപ്പോൾ കെട്ടിടങ്ങളൊക്കെ ധാരാളം പൊന്തി മറവ് വന്നുപോയി. മുമ്പ് 980 കപ്പലിൽ ഹജ്ജിന് പോയപ്പെട്ട ആളാണ് ഞാനൊക്കെ. അന്നൊന്നും ഇത്ര ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ ആ ഭാഗത്തൊന്നും ഇല്ല. അന്ന് ഞങ്ങൾ ശരിക്കും നോക്കിയിട്ട് കഅബ ഷരീഫ് കാണുമായിരുന്നു. ആ ഗുഹയുടെ നേരെ കൃത്യം നോക്കിയാൽ കഅബ ഷരീഫിലേക്ക് കാണും. ഇപ്പൊ കാണൂല. ഇപ്പൊ കാണാതിരിക്കാൻ കാരണം അതാണ്, കെട്ടിടങ്ങൾ പൊങ്ങിയതുകൊണ്ടാണ്. അപ്പൊ അന്നത് നല്ല കാഴ്ചയാണ്. അപ്പൊ അവിടെ പോയി ഇരിക്കുക, ആഴ്ചകളോളം ഇരിക്കും. ധാരാളം ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുപോകും. അബ്ദുൽ മുത്തലിബിൻ്റെ ഒക്കെ സാധാരണ പതിവ് അങ്ങനെയാണ്. എന്നാൽ പാവപ്പെട്ട മിസ്കീന്മാരും ഫക്കീറുമാരും ആ മലമുകളിൽ കയറിയെത്തുക സാധാരണമാണ്. കാരണം വലിയ പണക്കാരായ ഭക്തന്മാർ ഇവിടെ ഇരുന്ന് കഅബ ഷരീഫിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ വരുന്ന പാവങ്ങൾക്ക് നന്നായി ദാനധർമ്മങ്ങൾ ചെയ്യും. അത് വാങ്ങാനായിട്ട് ധാരാളം ഫക്കീർ മിസ്കിന്മാരും അവിടെ വരലുണ്ട്. അങ്ങനെ ഉപ്പാപ്പയുടെ ഈ സമ്പ്രദായം പോലെ തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇടക്ക് അവിടെ പോയിരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ 40 വയസ്സ് പൂർത്തിയായതിനു ശേഷമുണ്ടായ ആ റമദാനായപ്പോ സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യപ്പെട്ട് അങ്ങനെ ജബലുൻ നൂർ എന്ന് ഇപ്പോൾ പറയുന്ന ഹെറാ പർവ്വതത്തിന്റെ മുകളിൽ പോയി അതിൻ്റെ മറുവശത്തുള്ള ആ ഗുഹയിലിരുന്ന് യതഹന്നസു എന്നാണ് ഹദീസിൽ ബുഖാരിയൊക്കെ റിവായത്ത് ചെയ്യുന്നത്. അല്ലാഹു തആലക്ക് ഇബാദത്തിൽ മുഴുകുക. എന്ത് ഇബാദത്തായിരുന്നു ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ ശരീഅത്ത് നേരത്തെ ഇല്ലല്ലോ. അല്ലാഹു തആലയുടെ ഖുദ്റത്തിനെ കുറിച്ചും അവൻ്റെ അനുഗ്രഹങ്ങളാവുന്ന ആലായിനെ കുറിച്ചുമുള്ള ഫിക്ർ ആലോചിക്കുക. ഇബാദത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തരമായ ഇബാദത്ത് അതാണ്. തഫക്കുറു സഅത്തിൻ ഖൈറുൻ മിൻ ഇബാദത്തി സന. ഒരു സഅത്ത് സമയം അല്ലാഹു തആലാന്റെ അജായിബ് മഖ്ലൂഖാത്തിനെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ സിഫാത്തുകളെ സംബന്ധിച്ചും അവൻ്റെ അഫ്ആലുകളെ സംബന്ധിച്ചും 1 മണിക്കൂർ സമയം തഫക്കുർ ചെയ്യൽ ഒരു കൊല്ലക്കാലം ഇബാദത്തിൽ മുഴുവതിനേക്കാൾ ഉത്തമമാണെന്ന് പറഞ്ഞു. അതായിരിക്കാം ഇബാദത്ത് ചെയ്തത്. ഇങ്ങനെ ധ്യാനനിരതനായി ഹിറാ ഗുഹയിലിരിക്കുമ്പോൾ ദിവസങ്ങളോളം കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുപോകും. അതിൽ സാധുക്കൾ വന്ന് അവർക്ക് സദഖ ചെയ്യും. കൊണ്ടുപോയ ഭക്ഷണം കഴിഞ്ഞാൽ തിരിച്ചു വരും.
വീണ്ടും ഭക്ഷണം തയ്യാർ ചെയ്ത് കൊണ്ടുപോകും. ചിലപ്പോൾ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല ദിവസം തെറ്റിക്കണ്ടാൽ ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും വെള്ളങ്ങളും ഒക്കെ പാകപ്പെടുത്തിക്കൊണ്ട് തിരിച്ച് അങ്ങോട്ട് പോകലും രണ്ടുമുണ്ട്. അങ്ങനെ നമ്മളെ വിഷയമായിട്ട് നേരിട്ട് ബന്ധമില്ല, മുമ്പ് പറഞ്ഞതുമാണ് അതിൻ്റെ ഓർമ്മ. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ സാധാരണ കാണുന്ന സമയത്ത് നബി തങ്ങളെ കാണാത്തപ്പോൾ ഭക്ഷണവും വെള്ളവും ഒക്കെ എടുത്തുകൊണ്ട് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ സമയമായപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരിക. വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. അവിടെ മസ്ജിദുൽ ഇജാബ എന്ന പേരിൽ ഇപ്പോഴും ഒരു പള്ളി പ്രത്യേകം അറിയപ്പെടും. ആ സ്ഥലത്ത് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹും രാത്രി വിശ്രമിച്ച് പകൽ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് പോരുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും മലയിലേക്ക് തന്നെ പോവുകയും ചെയ്തു. മക്കയിൽ തന്നെ കൊല്ലങ്ങൾ താമസിച്ചിട്ടും അത് കാണാത്ത ആളുകളും ഉണ്ട്. ഒറ്റ പ്രാവശ്യം പോയവർ തന്നെ ചരിത്രാന്വേഷികളായ ആളുകൾ അത് കണ്ടെത്തി. പ്രത്യേകം ശ്രദ്ധേയമായൊരു പള്ളിയാണ്. ആള് ഖുർആൻ ക്ലാസ്സും തജ്വീദ് ക്ലാസ്സും ഹിഫ്ദ് ക്ലാസ്സും ഒക്കെ നടക്കുന്ന നല്ലൊരു പള്ളിയാണ് ആട്ടെ. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ഒരു അഭിപ്രായത്തിൽ റമദാൻ 17 രാവ്, കുറെ കൂടി പ്രബലമായ അഭിപ്രായത്തിൽ റമദാൻ 24 കഴിഞ്ഞ 25 രാവ് മഹാനായ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യക്ഷത്തിൽ തന്നെ അടുത്തു വന്നു. ഇഖ്റ എന്ന് ആജ്ഞാപിക്കുകയുണ്ടായി. ഇഖ്റ എന്ന് പറഞ്ഞാൽ വായിക്കുക. ആരോരുമില്ലാത്ത സ്ഥലത്ത് അസാധാരണ വ്യക്തിത്വമുള്ള ഒരു വ്യക്തി വന്നുകൊണ്ട് ഇഖ്റ എന്ന ആജ്ഞ കൊടുത്തപ്പോൾ എന്താണെന്നറിയാതെ വിഷമിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ അന ബിഖാരിൻ, എനിക്ക് എഴുത്ത് വായിക്കാൻ അറിയില്ല, ഞാൻ എഴുത്തും വായനയും പഠിച്ചിട്ടില്ല. ഫഗത്തനി, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ കൈകൾ കൂട്ടിപ്പിടിച്ച് ഒന്ന് നന്നായി ഞെക്കി അമർത്തു. അത്താ ബലഗ മിന്നിൽ ജുഹദ്, ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. നല്ല അപ്രതീക്ഷിതമായ ഒരു പ്രഹരം ലഭിച്ചതുപോലെ ആ പിടിച്ചണക്കലിൽ നെടുങ്ങിപ്പോയി. രണ്ടാമത് വീണ്ടും പറഞ്ഞു ഇഖ്റ. അല്പം ഭയപ്പാടോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറഞ്ഞു, മാ അന ബിഖാരിഇൻ, എനിക്ക് എഴുത്തേ അറിയില്ല, അക്ഷരാഭ്യാസം ഉണ്ടായിട്ടില്ല, ഞാൻ വായിക്കാൻ അറിയാത്ത ആളാണ്, എനിക്കറിയില്ല. രണ്ടാമത് വീണ്ടും അതുപോലെ തന്നെ അണഞ്ഞു കൂട്ടിപ്പിടിച്ചു. അതാണെങ്കിൽ ആദ്യത്തേതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവത്തിലാണ്. ഹത്താ ബലഗ മിന്നിൽ ജുഹദ്, ഞാൻ വല്ലാതെ ഞെരുങ്ങിപ്പോയി, വിഷമിച്ചു പോയി. ആ നിലക്ക് മൂന്നാമത് വീണ്ടും ആജ്ഞാപിച്ചു ഇഖ്റ, വായിക്കുക. അവിടുന്ന് പേടിച്ച് വിറച്ച് മൂന്നാമതും പറഞ്ഞു, മാ അന ബിഖാരിൻ, എനിക്ക് വായിക്കാൻ അറിയില്ല, ഞാൻ അക്ഷരം പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ മൂന്നാമത് വീണ്ടും ശക്തിയായി അണഞ്ഞു കൂട്ടിപ്പിടിച്ചു. തഖശിതു അലാ നഫ്സി, ഞാൻ കരുതി ബാക്കിയാവൂല. അത്രയും ശക്തമാണിത് മൂന്നാമത്തെ പിടുത്തം. എന്നിട്ട് വിട്ടിട്ടാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്നതുവരെ ഓതി കൊടുത്തു. ഇവിടെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു ഗുരുനാഥന് ആവശ്യമെങ്കിൽ തൻ്റെ വിദ്യാർത്ഥിയെ ശിക്ഷിക്കാൻ അവകാശമുണ്ട്. തഅദീബ്, കുട്ടിയെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശിക്ഷിക്കാൻ അവകാശമുണ്ട്. ഒരു കേസിൽ 3 അടി വരെ അടിക്കാനുള്ള പരമാവധി അനുമതി ഒരു ഗുരുനാഥനുണ്ട്. ഇപ്പോൾ പുതിയ ശാസ്ത്രം കുട്ടികളോട് കർശനമായി ഒന്നും കൽപ്പിക്കാൻ പാടില്ല, കുട്ടികളെ എന്ത് അദബ് കേട് കണ്ടാലും ശിക്ഷിക്കാൻ പാടില്ല,
വടി എന്നത് ക്ലാസ് റൂമിൽ നിഷിദ്ധമാണ് എന്നൊക്കെയാണ് പുതിയ ശാസ്ത്രം. അത് ആഹിർ സമാന്റെ തൂമ്പിൽ കതിര് പോരുന്ന ശാസ്ത്രമാണ്. അത് ശാസ്ത്രം അല്ല. അത് ശാസ്ത്രം അല്ല. അതൊരു ബുദ്ധിജീവികൾക്ക് ചിന്തിച്ചാൽ അംഗീകരിക്കാൻ പറ്റുന്നതുമല്ല. എന്തും ചെയ്യാമെന്നല്ല. തഹ്ദീബിന് വേണ്ടി, കുട്ടിയെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി, അപകടകരമല്ലാത്ത നിലക്ക്, അമിതമാകാത്ത നിലക്ക്, മാനം മര്യാദയ്ക്ക് ശിക്ഷിക്കാനും താക്കീത് ചെയ്യാനും ഉപദേശിക്കാനും ഒരു ഗുരുവിന് അവകാശമുണ്ട് എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടി കൂടിയാണത്. പിന്നെ എന്തിനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ചെയ്തത്? തൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാനും മറ്റെല്ലാത്തിൽ നിന്നിട്ടും ശ്രദ്ധ വിട്ട് ഈ ഒരൊറ്റ വിഷയത്തിലേക്ക് ഹൃദയം നേർക്കൊരു പോയിന്റിൽ മനസ്സ് കൊണ്ടുവന്ന് വെച്ചാൽ അതിൽ പതിയുന്ന ചിത്രം 100% ഉറച്ചു നിൽക്കും. അങ്ങനെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ടും മറ്റുള്ളതിൽ നിന്നിട്ട് കൽബിൻ്റെ ശോധനെ മാറ്റിക്കൊണ്ടും പറയുന്ന വിഷയത്തിൻ്റെ ഗൗരവത്തിൽ പൂർണ്ണമായി മനസ്സ് കൊടുക്കാനുള്ളൊരു കോച്ചിങ് എന്ന നിലക്ക് ജിബ്രീൽ. എന്നിട്ട് അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരുപാട് പറയേണ്ട, അതൊന്നും വിശദീകരിച്ച് പറഞ്ഞാൽ നമ്മളെ വിഷയം എവിടെ എത്തൂല. എന്ത് വായിക്കണം എന്ന് അന്നും ഇന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. അല്ലേ രസം? ഇഖ്റ, നിങ്ങൾ വായിക്കുക എന്ന് 3-ാമത്തെ പ്രാവശ്യം പിന്നെ ഓതിക്കൊടുത്തല്ലോ. ഇഖ്റ, നിങ്ങൾ വായിക്കുക. എങ്ങനെ? ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, ഇല്ലായ്മയിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്ന യജമാനന്റെ പുണ്യനാമത്തിൽ അങ്ങ് വായിക്കുക. എന്താ അവിടെ വായിക്കാനുള്ളത്? വായിക്കാനുണ്ടെങ്കിൽ വല്ലതും മുന്നിലുണ്ടോ? അക്ഷരം അറിയില്ലല്ലോ. അല്ലെങ്കിൽ പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ടോ? ഒന്നുമില്ല. നേരത്തെ സ്വപ്നത്തിൽ കണ്ടതാ, അവിടെ ഇല്ല. ഒരു സംശയം ചോദിക്കുമ്പോൾ ഒരു പട്ടിൽ സ്വർണ്ണലിപികളിൽ എഴുതി അത് കണ്ടു എന്ന് പറഞ്ഞല്ലോ, അത് സ്വപ്നത്തിൽ പണ്ട് കണ്ടതാ. ഇവിടെ കാഴ്ചക്കൊന്നുമില്ല. എന്തും വായിക്കണം. അതിൽ പ്രധാനമായി അള്ളാഹുവിൻ്റെ മഖ്ലൂക്കാവുന്ന ഈ പ്രപഞ്ചത്തെക്കുറിച്ച് വായിക്കാനാണ് പറയുന്നത്. വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ആറ്റം തൊട്ട് ഭീമാകാരങ്ങളായ ഗാലക്സികൾ വരെയുള്ള ചെറുതും വലുതും താഴെയുള്ളതും മോളെയുള്ളതും നഗ്നദൃഷ്ടിക്ക് ഗോചരമായതും അല്ലാത്തതുമായ എല്ലാത്തിലും എണ്ണിയാലൊടുങ്ങാത്ത പാഠങ്ങൾ ജഗപരിപാലകനായ തമ്പുരാൻ അതിലൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ട്. വഫീ കുല്ലി ദർറാത്തിൽ വുജൂദി ശവാഹിദു അലാ അന്നഹുൽ ബാരിൽ ഇലാഹുൽ മുസവ്വിറു. ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ ആറ്റം പരിശോധിച്ചാലും അതിലെല്ലാം ഷവാഹിദുൻ, വ്യക്തമായ തെളിവുകളിരിക്കുന്നു. അലാ അന്നഹുൽ ബാരിൽ ഇലാഹുൽ മുസവ്വിറു. സർവശക്തനായ നാഥൻ അവനുദ്ദേശിക്കുന്ന രൂപത്തിൽ രൂപപ്പെടുത്തി ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു ഈ വസ്തുവിൻ്റെ ഓരോന്നിൻ്റെയും അജായിബുകളെ കുറിച്ച് ചിന്തിച്ചാൽ അവസാനമില്ല. നമ്മുടെ കാഴ്ചയിൽപ്പെട്ട ഏറ്റവും ചെറിയ വസ്തുവാണ് കൊതുക് വർഗത്തിൽപ്പെട്ട ചെറിയ ഒരു സാധനമുണ്ട്. നമ്മുടെ നാട്ടിൽ കൊത്തളങ്ങ എന്ന് പറയും. പഴയ കാലത്ത് കണ്ണിൻ്റെ അവിടെ ഇങ്ങനെ വട്ടത്ത് പോകുന്ന ചെറിയ സാധനമില്ല. ആ സാധനം എത്ര ചെറിയ വസ്തുവാണത്. നമ്മുടെ നഗ്നദൃഷ്ടി കൊണ്ടായിട്ട് കയ്യും കാലും കാണാൻ കഴിയൂല. ആ വസ്തുവിന് 8 ചിറക്, 4 ഒരു ഭാഗത്തും 4 ചെറു ഭാഗത്തും അല്ലാഹുവിൽ വെച്ചിരിക്കുക. അതുപോലെ തന്നെ 2 കാല്, അതിൻ്റെ പുറമെ 2 റഡാറുകൾ, അപ്പുറപ്പുറമായിട്ട് പരിസരത്തുള്ള വസ്തുക്കളെ മുഴുവനും നിരീക്ഷിക്കാൻ ഇത്ര കൊച്ചു കൊതുകിനും 2 റഡാറുകൾ അല്ലാഹുവിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ഒരു തലയുണ്ട്, ഒരു ഉടലുണ്ട്, ഒരു വയറുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് പരുപരുത്ത തൊലിയിൽ നിന്നും ഇഞ്ചക്ഷൻ കൊടുത്ത് അതിലൂടെ രക്തം വലിച്ചെടുക്കാനുള്ള ഒരു കൊച്ചു സൂചിയും ആ സൂചിൻ്റെ അകത്തൂടെ ഒരു ദ്വാരമുണ്ട്. എന്നിട്ട് അത് വന്നിട്ട് ആന പോലത്തെ പരുപരുത്ത ജീവിയുടെ തൊലിയിൽ കുത്തിയിറക്കി അതിൽ നിന്ന് തനിക്ക് ആവശ്യമാവുന്ന ഇന്ധനം വലിച്ചെടുത്ത് അത് പോകും. ഒരു കൊച്ചു കൊതുകിൻ്റെ സൃഷ്ടിപ്പിലുള്ള അജായിബ് ഖുദ്റത്തിനെ സംബന്ധിച്ച് ചിന്തിച്ചാൽ
വോള്യങ്ങളോളം എഴുതിയാൽ തീരാത്ത അത്ഭുതങ്ങൾ അതിൽ. അതുകൊണ്ട് ആദ്യത്തെ കൽപ്പന അത് തന്നെയാണ്, ഇഖ്റ. അള്ളാഹുവിൻ്റെ പ്രപഞ്ചമാവുന്ന ഈ സൃഷ്ടിലോകത്തെക്കുറിച്ച് നിങ്ങൾ വായിച്ചു പഠിക്കണം. തുറന്ന കണ്ണുകൊണ്ട്, തുറന്ന മനസ്സുകൊണ്ട്, തുറന്ന ചിന്ത കൊണ്ടിട്ട് ഈ ലോകത്ത് നിങ്ങൾ വായിക്കാൻ തയ്യാറാവണം. പക്ഷേ വായിക്കാൻ തയ്യാറാവുമ്പോൾ എങ്ങനെ വേണം? ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യവർഗത്തെ ഒട്ടിപ്പിടിക്കുന്ന അട്ട പോലത്തെ ഒരു ജീവിയിൽ നിന്നിട്ടാണ് സൃഷ്ടിച്ചത്. അതിനൊക്കെ വിശദീകരിച്ചാൽ ദിവസങ്ങളോളം എന്ന് പറയാൻ 5 ആയത്ത് മതി. അത് നമുക്ക് ചരിത്രം പറയുമ്പോൾ പറ്റൂലല്ലോ. എന്നാലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. മനുഷ്യൻ അല്ലാഹു തആല അലക്കിൽ നിന്നാണ് പഠിച്ചതെന്ന്. അലക്ക് എന്ന് പറഞ്ഞതിൻ്റെ പച്ച ഭാഷ പറഞ്ഞ അട്ടാന്ന. പുഴുവർഗത്തിൽപ്പെട്ട അട്ടനെ എല്ലാവർക്കും അറിയാമല്ലോ. ഈ ചതുപ്പ് നിലങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ കാലിൽ കടിച്ചു തൂങ്ങുന്ന ചെറിയൊരു പുഴു. അത് കടിച്ചു തൂങ്ങിയാൽ അതിൻ്റെ അത്ഭുതം എന്താണ്? നിങ്ങൾ പിടിച്ചിട്ട് പറിച്ചാൽ ആ കടിച്ച സ്ഥലം അറ്റുകട് പോരല്ലാതെ ആ സാധനം വിടൂല. കടിച്ചാൽ കടിച്ചത് തന്നെ. എന്നാൽ ഒന്നും ചെയ്യേണ്ട, അപ്പിന് അങ്ങനെ വെച്ചാൽ കുറച്ച് സമയം കൊണ്ട് അതിന് ആവശ്യമുള്ള രക്തം അത് വലിച്ചു കുടിച്ചത് വലുതാവും. ഇനി ഒന്നും ചെയ്യേണ്ട, സ്വാഭാവികമായി തന്നെ വീണുപോകുന്നത്. എന്നാൽ അത് വീണാലും ആ കടിച്ചു പിടിച്ച സ്ഥലത്ത് നിന്ന് കുറച്ച് സമയം രക്തം ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ രക്തം നിന്നു പോവുകയും ചെയ്യും. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മനുഷ്യന്റെ ഗർഭധാരണം നടക്കുമ്പോൾ ശരീരത്തിന് പ്രത്യേകതയുണ്ട്. പുറമേ നിന്ന് വന്ന വസ്തുക്കളൊക്കെ പുറന്തള്ളാനുള്ള നൈസർഗികമായിരിക്കുന്ന ഒരു കുതിരത്ത് അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. നമ്മൾ മൂക്കിലെന്തെങ്കിലും സാധനം കയറ്റി വെക്കുകയാണ് ചിന്നറി. അതുപോലെ തന്നെ തൊണ്ടയ്ക്ക് കൈ കൊണ്ട് വയ്ക്കുകയാണ്, അപ്പോൾ ചുമയോ ഓക്കാനോ വന്ന് പുറത്തു വരികയാണ്. അത് മുൻദ്വാരത്തിനും പിൻദ്വാരത്തിനും ഒക്കെ ഉണ്ട്. പുറത്തുനിന്നൊരു സാധനക്കാണ് കയറിയാൽ അത് പുറത്തേക്കാണ് തള്ളുന്ന ഒരു സ്വഭാവം. എന്നാൽ 1 ഇഞ്ചിൻ്റെ 1 മില്യൻ്റെ ഒരു ഭാഗം പോലും ഇല്ലാത്ത, നഗ്നദൃഷ്ടിക്ക് കാണാൻ കഴിയാത്ത ഏറ്റവും ചെറിയ ഒരു ബീജകണം ഒരു പ്രാവശ്യം ഒരു പുരുഷൻ വിസർജിക്കുന്ന ശുക്ലത്തിൽ 2.5 കോടി ബീജകണങ്ങൾ ഉണ്ടാവും. അപ്പൊ എത്ര ഇപ്പം അതിൻ്റെ വലിപ്പം ഒന്ന് ചിന്തിച്ചൂടാ. അങ്ങനെയുള്ള ആ സാധനം തവള കുഞ്ഞുങ്ങൾ, തവളാട്ടൽ എന്ന് പറയുന്നത് അതാ മോഡൽ. തല കുറച്ച് വണ്ണുണ്ടായിട്ട് വാലായിട്ട് വാൽമാക്കറി ആയിട്ടാണ് ഉണ്ടാകുക. എന്നിട്ട് ഈ വിസർജിച്ച ഈ ബീജകണങ്ങൾ ഒന്നിച്ച് മത്സരിച്ചോടുക ചെയ്യുന്നത്. എന്താ? സ്ത്രീയുടെ ഗർഭാശയത്തിൽ സാധാരണഗതിയിൽ ഒരു അണ്ടമേ ഉണ്ടാവും. ഈ അണ്ടം പ്രാപിക്കാൻ വേണ്ടി മത്സരിച്ചോടുക. ഓടി 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 വിജയം കഴിക്കുന്ന ആദ്യത്തെ ബീജം പോയിട്ട് ഈ അണ്ടം തെരിക പോലെ വട്ടത്തിലാണ് അതിൻ്റെ ദ്വാരത്തിലേക്ക് തല വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ അണ്ടവും ബീജവും കൂടി സങ്കലിച്ചു കഴിഞ്ഞു. ഈ സങ്കലിച്ചു കഴിഞ്ഞാൽ ഇനി അത് ഭ്രൂണമായി മാറി. ഈ ഭ്രൂണം ചെയ്യുന്നത് നേരെ ഓടിച്ചെന്ന് ഉമ്മയുടെ ഗർഭാശയത്തിൽ ശക്തിയായി കടിച്ചു പിടിക്കുക. സങ്കലിച്ചു കഴിഞ്ഞാൽ അത് ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ കടിച്ചു പിടിക്കുക. കാരണം എന്താ? ഈ ഗർഭാശയ ഭിത്തിയുടെ സ്വഭാവം പുറത്തുനിന്ന് വന്ന സാധനങ്ങളൊക്കെ അത് പുറത്തേക്ക് തള്ളിക്കളയും. എത്ര ശക്തിയായിട്ട് തള്ളിയാലും ഈ സാധനം വിടാതെ കടിച്ചു പിടിച്ചു നോക്കും. അങ്ങനെ അത് വളർന്ന് 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 9 മാസം പൂർത്തിയായി ഗർഭസ്ഥ വളർച്ചയുടെ കാലാവധി പൂർത്തിയാവുമ്പോൾ ആരും ഒന്നും ചെയ്യണ്ട, സ്വാഭാവികമായി ആ കടി അത് വിടും. സ്വാഭാവികം തല മറയും. ഇപ്പം തല മേപ്പെട്ടും കീഴ്പ്പെട്ടുമായിട്ട് ആ കുട്ടി നിൽക്കുക ഉമ്മാൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ആയിട്ട്. ഈ കടി വിട്ടാൽ നേരെ കുട്ടി മറിഞ്ഞ് ഇങ്ങനെ വരും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പരിശ്രമിച്ച് പറഞ്ഞു, സാധനം ഇങ്ങനെ കുട്ടികൾ വരിക മലന്നിട്ട് പോന്നാൽ നിശ്ചിത ദിവസം വരെ അവിടെ നിന്ന് രക്തം വന്നു കൊടുക്കും. ഒരു ചികിത്സയും ചെയ്യേണ്ട. നിശ്ചിത ദിവസം കഴിഞ്ഞാൽ രണ്ടാമത് വീണ്ടും ആ രക്തം അവിടെ നിന്നും ചെയ്തോളും. ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും ചെറിയ ഈ വസ്തുവിനെ സംരക്ഷിച്ച അലക്കിൽ നിന്നിട്ടും ലോകത്തിന്റെ നേതാവും ജേതാവുമായ പണ്ഡിതനും യോദ്ധാവുമായ ചിന്തകനും ശാസ്ത്രജ്ഞനുമായ വലിയ മനുഷ്യൻ ഇത്രയും നിസ്സാരമായ ഒരു വസ്തുവിൽ നിന്നിട്ട് സൃഷ്ടിച്ചവനായ
അള്ളാഹുവിൻ്റെ വിശുദ്ധ നാമത്തിൽ ഈ പ്രപഞ്ചത്തെ പൂർണ്ണമായും നിങ്ങൾ പഠനവിധേയമാക്കാൻ ശ്രമിക്കണം എന്ന് തുടങ്ങി 5 അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ മൂലനിർദ്ദേശങ്ങൾ 5 ആയത്തിലൂടെ തന്നുകൊണ്ട് ഖുർആൻ ഷരീഫിന്റെ ആദ്യ സന്ദേശം ഇത് ഉൾക്കൊള്ളുന്ന തത്വവും ഇത് തന്നിൽ അർപ്പിച്ച താങ്ങാനാവാത്ത ഉത്തരവാദിത്വവും ആലോചിച്ചപ്പോൾ ലോക ബുദ്ധിമാനും ചിന്തകരുമായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനും ജിന്നുമാവുന്ന 2 വിഭാഗം ബുദ്ധിജീവികളെ ലോകത്തുള്ള സകലരെയും സത്യത്തിൻ്റെയും സൽപാന്താവിലേക്ക് തൗഹീദിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് സമുദ്ധരിക്കേണ്ട ഉത്തരവാദിത്വം തന്നിൽ മാത്രമായി അർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വിവരമുള്ള ബോധമുള്ളവനെ ഉത്തരവാദിത്വത്തിന്റെ ഗൗരവം അറിയൂ. ആകെ പേടിച്ച് വിറച്ചുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞ് മലയിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ കൂടെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി. താഴെ എത്തിയ ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം ചിറകടിച്ച് ഹിറാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് വെള്ളം പൊടിഞ്ഞു. ആ വെള്ളത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വുദൂ ചെയ്ത് കാണിച്ചു. എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതേ രീതിയിൽ വുദൂ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ആ ജബലുൻ നൂർ എന്ന് പറയുന്ന മലയുടെ താഴ്വരയിൽ 2 റക്അത്ത് അള്ളാഹുവിന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഇമാമും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഅ്മൂമുമായി നിസ്കരിച്ചു. അന്ന് തന്നെ ഇറങ്ങിയ സൂറത്തുകളിൽപ്പെട്ടതാണ് ഫാത്തിഹ സൂറത്ത്. പല ചരിത്രത്തിലും അത് കാണുന്നില്ല. അതുകൊണ്ട് ഇബ്നു കസീർ അത് ഗരീബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലൈഫ് എന്ന് ആയിക്കൊള്ളുന്നില്ല. മഷൂറായ ചരിത്രങ്ങളിലില്ല. ഫാത്തിഹ സൂറത്ത് മസാനി എന്ന പേര് പറയാൻ കാരണം ആവർത്തിച്ച് അവതരണം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഒന്ന് ഇഖ്റ ഇറങ്ങിയ കൂട്ടത്തിൽ തന്നെ ജബലുൻ നൂറിൽ വെച്ചിട്ട് അവതരിപ്പിക്കപ്പെടുകയും അന്ന് മുതൽ തന്നെ നിസ്കാരത്തിൽ ഓതാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്ത സൂറത്താണ്. രണ്ടാമത് മദീന ഷരീഫിലെത്തിയതിനു ശേഷം കഅബ ഷരീഫിലേക്ക് ഖിബ്ല മാറ്റപ്പെട്ടപ്പോൾ വീണ്ടും ഫാത്തിഹ സൂറത്ത് അവതരിച്ചിട്ടുണ്ട്. അങ്ങനെ 2 പ്രാവശ്യം അവതരിച്ചത് കൊണ്ട് മസാനി എന്ന് ആവർത്തിക്കപ്പെട്ട സൂറത്ത് എന്ന് പറയാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണം ഇതാ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേടിച്ച് വിറച്ച് മലമ്പനി ബാധിച്ച് കിടുകിട വിറച്ചുകൊണ്ടാണ് മഹദിയായിരിക്കുന്ന ഉമ്മുൽ മുഅ്മിനീന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ അംഗത്തിലെത്തുന്നത്. വരുന്നത് തന്നെ സമ്മിലൂനി സമ്മിലൂനി എന്ന് പറഞ്ഞിട്ട് മലമ്പനി ബാധിച്ചിട്ട് ഇങ്ങനെ കിടക്കിട വിറക്കാണ്. ഒന്ന് പൊതച്ചേരി പുറപ്പെട്ട് പൊതച്ചേരിന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് കണ്ടപ്പോൾ ഒരു ഉമ്മ പ്രിയപ്പെട്ട കുഞ്ഞിനോട് കാണിക്കുന്ന വാത്സല്യത്തോടു കൂടി നബി തങ്ങളെ സ്വീകരിച്ച് പുതപ്പിട്ട് കൊടുത്ത് സമാശ്വസിപ്പിച്ച് ശാന്തമായതിനു ശേഷം പറഞ്ഞു, യാ ഹബീബി മാറ്ററാക്ക, എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു, എന്താ പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നുമില്ല, പക്ഷേ ലഖദ് ഖശീതു അലാ നഫ്സി, എനിക്ക് താങ്ങാൻ കഴിയില്ലെന്ന് തന്നെ എൻ്റെ ഓർമ്മ. എന്നോട് ഈ ഉത്തരവാദിത്വം പൂർത്തിയാക്കാൻ കഴിയില്ല. കാരണം ലോകത്ത് ഹിദായത്തിൻ്റെ വെളിച്ചം പൂർണ്ണമായും അസ്തമിച്ച് എല്ലാ ഭാഗത്തും വലാലത്തിൻ്റെയും കുഫ്രിയത്തിൻ്റെയും ഷിർക്കിൻ്റെയും കൂരിരുട്ടിലാണ് ലോകമുള്ളത്. അങ്ങനെ മശ്രിഖ് മഗ്രിബിടയിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് മുഴുവനും ഈ സത്യത്തിൻ്റെ ഹിദായത്തിൻ്റെ വെള്ളി വെളിച്ചം കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എന്നിലാണ് അർപ്പിതമായിരിക്കും. ഞാനതെങ്ങനെ നിർവഹിക്കും എന്ന കാര്യത്തിൽ എനിക്ക് ബേജാറാണ്. അതുകൊണ്ട് തന്നെ ലഖദ് ഖശീതു അലാ നഫ്സി, ഞാൻ വല്ലതും സംഭവിച്ചു പോകുമെന്ന് ഭയപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അബ്ദുൽ മുത്തലിബിൻ്റെ പേരമോന് മക്കം ഭരിക്കുന്ന ചക്രവർത്തിയുടെ പൊന്നുപുത്രന് അൽ അമീൻ എന്ന് ലോകം അംഗീകരിച്ച സൗന്ദര്യത്തിൻ്റെ പൂർണ്ണരൂപമായ ഹബീബിന് എന്തേ ഒരു 10, 16, 18 വയസ്സായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ കിട്ടിയില്ലേ? നേരത്തെ 2 ഭർത്താക്കന്മാർ കല്യാണം കഴിച്ച് അവർ മരണപ്പെട്ടു പോയ 4 മക്കളുടെ അല്ലെങ്കിൽ 3 മക്കളുടെ ഉമ്മയായ ഒരു വിധവയെ കെട്ടേണ്ടി വന്നു. എന്തേ? നിങ്ങൾ ചിന്തിച്ചണോ? ഏത് രാജകുമാരിയെയും അന്നത്തെ കുടുംബത്തെ അവസ്ഥയും അബ്ദുൽ മുത്തലിബിന്റെ സ്ഥാനവും കൊള്ള നോക്കുമ്പോൾ നബി തങ്ങൾക്ക് ഓക്കെയാണ്. പിന്നെ വ്യക്തിത്വത്തിലും സൗന്ദര്യത്തിലും പറയേണ്ടതുമില്ല.
എന്നിട്ടും എന്തേ ഈ 40 വയസ്സ് കഴിഞ്ഞ ഒരു മധ്യവയസ്ക അല്ലാഹു തആല തിരഞ്ഞെടുത്തതാണ്. ഏതൊരു പൂർണ്ണ പുരുഷന്റെയും പിന്നിൽ ശക്തിയായ ഒരു സ്ത്രീയുടെ കൈയുണ്ടാവുന്ന അത് ചരിത്രത്തിന് നിഷേധിക്കാൻ കഴിയാത്ത സത്യമാണ്. യവനക്ക് പിന്നിൽ വിജയികളായ പുരുഷന്മാരുടെ എല്ലാവരുടെയും പിന്നിൽ ശക്തയായ ഒരു സ്ത്രീയുടെ കരം പിന്തുണച്ചിട്ടുണ്ടാവും. അതിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ അവിടത്തെ 6ാമത്തെ വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞു. പിന്നെ ഉമ്മില്ലല്ലോ, താങ്ങും തണലുമായിട്ടൊരു പങ്ങളില്ല. അപ്പോ കഴിവുള്ളവരും ചിന്താശേഷിയുള്ളവരും പരിചയ സമ്പത്തുള്ളവരും എന്തും വന്നാൽ നേരിടാനുള്ള നെഞ്ഞുറപ്പുള്ള ഒരു ശക്തിയായ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ വേണമെന്ന് അല്ലാഹു തആലക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് 40 കഴിഞ്ഞ വിധവയെ അല്ലാഹു തആല അവന്റെ സാബിഖായ ഖള അനുസരിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പത്നിയായി തിരഞ്ഞെടുത്തു. 15 കൊല്ലമായിട്ട് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവാണ്. ചെറുപ്പം മുതലേ മനസ്സിലാക്കിയ ആളുമാണ്. പക്ഷേ അടുത്തറിഞ്ഞ ഈ 15 കൊല്ലം അവിടുത്തെ വാക്കും പ്രവർത്തനവും സ്വഭാവവും പെരുമാറ്റവും നടപടിയും കണിശമായും നിരീക്ഷിക്കുന്നുണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ. കാരണം നേരത്തെ തന്നെ പ്രവാചകനാവാൻ സാധ്യത എപ്പോഴും കാണുന്ന അവര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അബദ്ധത്തിൽ ചാടരുത് എന്ന് നിർബന്ധമുണ്ട് ഖദീജ ബീവിക്ക്. അങ്ങനെ ഈ ഉത്തരവാദിത്വം എന്നിൽ അർപ്പിച്ച അല്ലാഹു അത് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് കിട്ടുമോ എന്ന പരിഭ്രാന്തി ഉടനെ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല എന്നെ പറഞ്ഞ വാക്ക് കല്ലാ വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദാ. വല്ലാത്തൊരു വാക്കാണ്. കല്ലാ, ഒരിക്കലും നബി അങ്ങ് വിഷമിക്കണ്ട. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു പ്രയാസം വരൂല. വല്ലാഹ്, അല്ലാഹുവാണ് സത്യം. ലാ യുഖ്സിക അല്ലാഹു അബദാ. ഉത്തരവാദിത്വം ഏൽപ്പിച്ച തമ്പുരാൻ തങ്ങളെ ഒരിക്കലും കൈവടിയില്ല. ഹിദായത്തിന്റെ വെളിച്ചം കാണിക്കാനും സന്ദേശം എത്തിക്കാനും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അള്ളാഹു സഹായിക്കും തങ്ങളെ. കാരണം എന്താ? ഇനിയാ പറയുന്നത് ഖദീജ ബീവിയുടെ നിരീക്ഷണ പാഠം. വല്ലാഹി ഇന്നക ലതസിലുർ റഹിമ. 4 കാര്യങ്ങൾ 5 കാര്യങ്ങൾ എണ്ണി പറയുന്നു. എന്തേ നിങ്ങൾ അല്ലാഹു തആല കൈവടിയില്ല എന്ന് പറയാൻ കാരണം? ഒന്നാമത്തെ ഇന്നക ലതസിലുർ റഹിമ വതസ്തുഖുൽ ഹദീസ വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതുഖ്രിൽ ലൈഫ വതുഈനു അലാ നവായിബിൽ ഹഖ്. ഈ 15 കൊല്ലത്തെ കൂട്ടുജീവിതത്തിൽ നിന്ന് പഠിച്ചെടുത്ത ആകെ റിസൾട്ട്. അന്ന് നുബുവത്തില്ല, വഹയില്ല, ഒന്നുമില്ല. പക്ഷേ സംശുദ്ധമായ ഈ 15 കൊല്ലത്തെ ജീവിതം ഖദീജ ബീവി ആകെ രത്നച്ചുരുക്കം എടുത്തിട്ട് പറഞ്ഞത് ഇന്നക ലതസിലുർ റഹിമ. 1, ചാർച്ചയെ ചേർക്കുന്നവരാണ് തങ്ങൾ. ചാർച്ചയെ ചേർക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ചെയ്യാവുന്ന ഏറ്റവും വലിയ, ഈ ലോകത്ത് 2 സൗഭാഗ്യമാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. മൻ അഹബ്ബ അൻ യുൻസഅലഹു ഫീ അസരിഹി വയബ്സുത ലഹു ഫീ റിസ്ഖിഹി ഫൽയസിൽ റഹിമഹു. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസ് കാണാം. മൻ അഹബ്ബ, ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യന് താല്പര്യമുണ്ടെങ്കിൽ അൻ യുൻസഅലഹു ഫീ അസരിഹി, ദീർഘായുസ് കിട്ടണം. ദീർഘായുസ് കിട്ടണം. ആരോഗ്യപൂർണമായ സുഖസമ്പൽ സമൃദ്ധമായ ദീർഘായുസ് കിട്ടണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ കുറെ ദീർഘായുസ് ഇട്ടിട്ട് കാര്യമില്ല. വയുബ്സത ലഹു ഫീ റിസ്ഖിഹി, സമ്പൽ സമൃദ്ധിയും ആഗ്രഹമുണ്ട്. ദീർഘായുസും സമ്പൽ സമൃദ്ധിയും ഒരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനൊരൊറ്റമൂലി ഫൽയസിൽ റഹിമഹു, കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ. ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ടും പോവും, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടും വിളിക്കും, ഇങ്ങോട്ട് തന്നാൽ അങ്ങോട്ടും തൊടുക്കും. നമ്മളൊക്കെ സ്വഭാവം അതാ. ഇതിന് കടമ്പിട്ടൽ എന്നാ പറയാ, കുടുംബ ബന്ധം ചേർക്കൽ എന്നല്ല. ഈ എളാപ്പ നമ്മളൊരു കല്യാണത്തിന് വിളിച്ചപ്പോൾ വന്നു, എന്നാ എളാപ്പ വിളിച്ച കല്യാണത്തിന് നമ്മളും പോവും. ജ്യേഷ്ഠന്റെ മോളെ കല്യാണം ഉണ്ടായപ്പോൾ നമ്മളെ വിളിച്ചു, നമ്മൾ പോയി. നമ്മളെ മോളെ കല്യാണം ഉണ്ടാകുമ്പോൾ നമ്മളും വിളിച്ചു. അല്ല, നമ്മളെ മോളെ കല്യാണം ഉണ്ടായപ്പം വിളിച്ചപ്പോൾ എളാപ്പ വന്നില്ല, എന്നാ എളാപ്പാന്റെ മോന്റെ കല്യാണം ഉണ്ടാകുമ്പോൾ വിളിച്ചാൽ നമ്മളും പോവില്ല.
ഇങ്ങോട്ട് വരാത്തോടത്ത് എന്തിനാ നമ്മൾ പോണ്? അപ്പൊ ഇങ്ങോട്ട് വരുന്നോടത്തേക്ക് അങ്ങോട്ട് പോകാൻ കടം വീട്ടലല്ലേ, കുടുംബമൊന്നും ചേർത്തലല്ലോ. പണ്ടുണ്ട് കുറിയൊക്കെ ഇപ്പോൾ പോയി നമ്മൾ മയത്തിന് പോലത്തെ ചില സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്ന് ചോദിച്ചാൽ ബാക്കി കുറിയൊക്കെ ഏകദേശം പോയി. ഈ കുറി കൊണ്ട് എന്തൊക്കെ നിയമത്തുണ്ടായിരുന്നു, എന്തൊക്കെ ഹൈറാണ്ടായിരുന്നു. ആ കുറി പോലെയാണ് ഇങ്ങോട്ട് വന്നോടത്തേക്ക് അങ്ങോട്ടും പോവുക, ഇങ്ങോട്ട് തന്നോൻ അങ്ങോട്ടും കൊടുക്കുക. അതല്ല കുടുംബബന്ധം ചേർക്കുക എന്ന് പറയണത്. നിങ്ങൾ അതിനെ വിശദീകരിച്ചു. നീ വിളിച്ചാൽ അയാൾ വരൂല, എന്നാ അയാളവിടെ അങ്ങോട്ട് പോവുക. നിന്നെ കഷ്ടപ്പെടുന്ന സമയത്ത് അയാൾ സമ്പൽ സമൃദ്ധിയിലാണ്, ഒന്നും അയാൾ തരൂല. എന്നാ അയാൾക്ക് കഷ്ടപ്പാട് വരുമ്പോൾ നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ അങ്ങോട്ട് കൊടുക്കണം. വിശദമായി പറയേണ്ടതാണ് കുടുംബം. ഒന്നാമത്തെ ഗുണം ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ തങ്ങളുടെ കണ്ടതാ. ഇന്നക ലതസിലുർ റഹിമ. കുടുംബബന്ധം ചേർക്കുന്ന സ്വഭാവമുള്ളവരെ അള്ളാഹു കൈവെടിയിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. കുടുംബബന്ധം ചേർക്കുന്നവർക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. ഉദാഹരണം, പെങ്ങളും അളിയാനും നമ്മളുമായിട്ട് കുറച്ച് പിണക്കത്തിലാണ്. അങ്ങനെ എന്തോ വാശിക്ക് നമ്മളൊരു മോളെ കെട്ടിക്കുന്ന കല്യാണത്തിനെന്ന് പെങ്ങളെ അളിയാനും നേരെ വീട്ടിൽ പോയി തന്നെ ക്ഷണിച്ചു. പക്ഷെ അവർ വന്നില്ല. നമുക്ക് വലിയ സങ്കടവും ഉറപ്പല്ലേ, വന്നില്ല. അളിയാനും മങ്ങൾ ഒരു എതിർവില്ല, വന്നില്ല. പിന്നെ ഉണ്ട് പെങ്ങളെ മോളെ കെട്ടിക്കുന്നൊരു കല്യാണം. സ്വാഭാവികമായിട്ട് അവൻ വിളിക്കൂല. കാരണം എന്താ, ഓൻ വിളിച്ചപ്പം വന്നിട്ടില്ലല്ലോ. അപ്പൊ ഇനി അങ്ങോട്ട് വിളിക്കാൻ പോയാൽ അന്ന് പോകാത്തതിന്റെ കണക്ക് തീർത്ത് അളിയാൻ്റെത് കേൾക്കും എന്ന നിലക്ക് വിളിക്കാനേ വന്നില്ല. ഇപ്പൊ നമ്മൾ തമ്മിൽ രണ്ടും ചക്കിക്കൊത്ത ചങ്കരനായില്ലേ. ഓൻ വിളിച്ചിട്ട് വരാത്ത ഹംക്കാണെങ്കിൽ ഇവൻ വിളിക്കാത്ത ഹംക്കായി. ഇവിടെ എന്ത് വേണം? കല്യാണത്തിന് അന്ന് പോയാൽ പോരാ, കല്യാണത്തിന്റെ തലേ ദിവസം തന്നെ പോവുക. ഓനും പെണ്ണുങ്ങളും നേരെയാണ് പോവുക. അസ്സലാമു അലൈക്കും. ഞങ്ങൾക്ക് കല്യാണത്തിൻ്റെ ഒക്കെ വർത്താനുണ്ടല്ലോ. എവിടെ എത്തി? ആരൊക്കെ വെപ്പുകാരെ ഏൽപ്പിച്ചത്? പന്തലുകാരൊക്കെ ആരാണ്? പണിക്കാർ ഏൽപ്പിച്ചതാണോ? അതുപോലെ നാട്ടുകാർ കൂടുക? എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് എന്താ കൊണ്ടുവരേണ്ടത്, എന്താ ആക്കേണ്ടത്? അങ്ങോട്ട് കൂടിയിട്ട് കല്യാണം. ഇയാൾക്ക് പച്ചമീൻ കടിച്ചേക്കുണ്ടാവും ഈ അളിയനെ. കാരണം എന്താ, ഓൻ വിളിച്ചിട്ട് ഞാനോട്ട് പോയുമില്ല, ഇവനെ ഞാനോട്ട് വിളിച്ചിട്ടുമില്ല. വിളിക്കാതെ ഓൻ വന്നുകാണ്ട് ഓൻ ഇവിടുത്തെ കല്യാണക്കാരനയക്കാണ്. ഒന്നും ചൂടോർക്കണ്ട. അങ്ങോട്ട് കൂടി എല്ലാം കഴിഞ്ഞ് പുതിയാപ്പിള വരലും പുതുക്കം പോലും പുതുക്കാർ പിരിഞ്ഞു പോലും കഴിഞ്ഞിട്ട് ചെമ്പ് കൊണ്ടേ കൊടുത്ത് പന്തൽ പൊളിക്കണത് വരെ എല്ലാത്തിലും അവിടേക്ക് ഇവിടേക്ക് മറ്റാക്ക്. എന്നിട്ട് പോരുമ്പോൾ പറയാ, എന്നാലേ കുട്ടികളെ ഞാനാണ് ആദ്യം നക്കേശണത്, നിങ്ങൾ രണ്ടാളും നേരത്തെ പേരുണ്ടി ഓലോട് ഞാൻ പറഞ്ഞോളാം. ഇറ്റങ്ങൾ ഇനി എന്തിനാ നല്ല ആളടേന്ന് ഉടുത്ത തുണിയിൽ ഈ മലവിസർജനം പോയേക്ക് മാനങ്ങൾ ഉണ്ടണ്ട, ഒന്നും കാട്ടരുത്. നിങ്ങൾ ഈ തക്കാരത്തിന് വിളിച്ചതിൻ്റെ തലേന്ന് വരും അളിയാനും പങ്ങളും. ഇത് പക്ഷേ കുറച്ചൊരു തൊലിക്കട്ടി കുറയാം. കട്ടില്ലാത്ത തോലിന് ഉളുപ്പുകേട് തോന്നും. ഇവിടെ അത് അവിടെ ഒഴിവാക്കുക. അത് ഒഴിവാക്കുക. അന്തസില മങ്കത്താക്ക. ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനെ അങ്ങോട്ട് ബന്ധം ചേർക്കണമെങ്കിൽ കുറച്ചൊന്ന് എന്താക്കണം, ദുരഭിമാനം കൈവടിയണം. അത് ദീർഘായുസ്സിനും സമ്പൽ സമൃദ്ധിക്കും കാരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അത് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ കാരണമാണ് എന്നാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല പറയുന്നത്. ഇന്നക ലതസിലുർ റഹിമ. ഒന്നാമത്തെ യോഗ്യത അതാണ്. രണ്ടാമത്തേത് വതസ്തുഖുൽ ഹദീസ്. കൊച്ചുനാള് മുതൽക്ക് ഇന്ന് വരെ തമാശയായിട്ട് പോലും ഒരു കളവ് പറയാത്ത, സത്യം മാത്രം പറഞ്ഞ് നാട്ടിലുള്ള എല്ലാവരും അസ്വാദിഖ് എന്നും അൽ അമീൻ എന്നും പേര് വിളിച്ച അത്രയും വലിയ സത്യസന്ധന. ഖുലിൽ ഹഖ്ഖ വഇൻ കാന മുർറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോൾ നമുക്ക് പ്രതികൂലമായിരിക്കും, സത്യം പറഞ്ഞാൽ പ്രതികൂലമായിരിക്കും, എങ്കിലും സത്യം പറഞ്ഞുകൊള്ളണം. വഇൻ കാന മുർറ. കൈപ്പേറിയ ദുരനുഭവം ഉണ്ടാവുമെങ്കിൽ പോലും സാരാക്കണ്ട, ഉള്ള സത്യം തുറന്ന് പറയണം. ആ ഗുണം ഉള്ളവരെ അള്ളാഹു രക്ഷിക്കും. അതുകൊണ്ടാണ് അള്ളാഹു തആല തങ്ങളെ കൈവടിയില്ല. തീർന്നില്ല. വതഹ്മിലുൽ കല്ല. കഷ്ടപ്പെട്ട് പട്ടിണിയായി പരിവട്ടമായി കുടുംബം പോറ്റാൻ കഴിവില്ലാതെ അയൽവാസികളും പരിചയക്കാരും പട്ടിണി കിടക്കുമ്പോൾ അരപ്പട്ടിണി സഹിച്ചുകൊണ്ട് കഷ്ടപ്പെടുന്നവന് വേണ്ടി അവൻ്റെ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ആളാണ് സാന്ത്വന പ്രവർത്തനം.
ഇസ്ലാമിന് വലിയ സ്ഥാനമുള്ള സംഗതിയായി സാന്ത്വന പ്രവർത്തനം. വേദനിക്കുന്നവനെ സമാശ്വസിപ്പിക്കുക, പട്ടിണി കിടക്കുന്നവനെ ഒരു നേരത്തെ ക്ഷുത്തടക്കാനുള്ള വഴിയൊരുക്കി കൊടുക്കുക, പ്രയാസങ്ങൾക്ക് താങ്ങും തണുമായി കൊടുക്കുക. നേരത്തെ ജാഹിലിയ കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമായിരുന്നു. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല നിരീക്ഷിക്കുകയാണ്. വതക്സിബുൽ മഅദൂം, പാവപ്പെട്ടവരുടെ പിന്തുണയും അനുകൂലവും പ്രാർത്ഥനയും അങ്ങ് സമ്പാദിക്കുന്നുണ്ട്. ആരോരും സഹായിക്കാനില്ലാതെ, ഒരു കൈ താങ്ങ് ചെയ്യാനില്ലാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് വിഷമത്തിന്റെ കണ്ടറിഞ്ഞ് അങ്ങോട്ട് സഹായിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുമ്പോൾ, ഓ പടച്ചോനെ എന്തൊരു നല്ല മനുഷ്യൻ, നീ അയാളെ സഹായിക്കണേ എന്ന് കൽപ്പറിഞ്ഞ് ദുആ ചെയ്യാൻ ഇല്ലാത്ത പാവപ്പെട്ടവന്റെ പ്രാർത്ഥനയും പിന്തുണയും വാങ്ങിയ ആളാണ്. അങ്ങനത്തെ ഒരു അള്ളാഹു കൈവടിയില്ല. അന്യദിക്കുകാരായ പരദേശികൾ വരുമ്പോ ഏത് ജാതിക്കാരനാണ് ഏത് നാട്ടുകാരനാണെന്ന് അന്വേഷിക്കാതെ ഒരു നേരത്തെ വിശപ്പടക്കാനുള്ള ഭക്ഷണം കൊടുത്ത് അപരിചിതരായ ആളുകളെ സൽക്കരിക്കുന്നവരാണ്. അത് ജാതിയും മതവും നാടും ദേശവും ഒന്നും നോക്കാതെയാണ്. അതേ സമയത്ത് അതിഥികളെ സൽക്കരിക്കേണ്ടത് ഭക്ഷണം കൊടുത്ത് മാത്രമല്ല. അള്ളാഹുലും അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ വിരുന്ന് സൽക്കരിക്കണമെന്നല്ല പറഞ്ഞത്, തൻ്റെ വിരുന്നുകാരനെ അവൻ ആദരിച്ചു കൊള്ളണം. ഇന്നത്തെ ആഖിർ സമാന്റെ ബൊഫേ സിസ്റ്റം ഇബ്രാഹിമി മില്ലത്തിനെ നഗ്നമായി ചവിട്ടിത്തേക്കുന്നതും പാശ്ചാത്യൻ നാറിയ സംസ്കാരത്തെ ചുമലിലേറ്റുന്നതുമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ സമുദായത്തിൽപ്പെട്ട പ്രമാണിമാരൊക്കെയും ഇന്ന് ഏതാണ്ടെല്ലാം ബൊഫേ സിസ്റ്റമായി കഴിഞ്ഞു. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ മങ്കാന യൂമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം വൈഫഹു എന്ന് പറഞ്ഞത് അത് പെടില്ല. അതില്ലേ പിച്ചക്കാരൻ വരുമ്പോ പിച്ചച്ചട്ടിയിൽ എന്ത് ഇട്ട് കൊടുക്കണ് അത്രേ വരൂ. മാന്യന്മാരെ വിളിച്ചിരുത്തി പിച്ച ദണ്ഡിക്കുന്ന സംസ്കാരശൂന്യമായ പടിഞ്ഞാറിന്റെ നാറുന്ന സംസ്കാരം. മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ, ചക്രവർത്തി സമാനനായ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനരികെ ഓതി പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമ. ഒരു ഗുരുനാഥൻ ഒരു ശിഷ്യനെ സംബന്ധിച്ച് സയ്യിദിന്റെ സ്ഥാനത്താണ്. തൻ്റെ വീട്ടിലേക്ക് ഇമാം ഷാഫി എന്ന് പറയുന്ന കുട്ടിയെ അതിഥിയായി ക്ഷണിച്ചപ്പോ അവിടെ ചെന്നപ്പോ അമീറന്മാര് പുറത്തുക്കല ഉള്ളു കയറലില്ല. എപ്പോഴാ പുറത്ത് വരുന്ന സമയത്ത് കണ്ട് സംസാരിക്കാനല്ലാതെ വിളിക്കാൻ അധികാരമുള്ള ഒരു അമീറും അബ്ബാസി ഖിലാഫത്തിൽ ഉണ്ടായിട്ടില്ല. ആ സ്ഥാനത്ത് കുട്ടി വിരുന്നിനെ വിളിച്ചിട്ട് ചെന്നിട്ട് കൈ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം ഇമാം മാലിക് റളിയല്ലാഹു തആല തങ്ങൾ കയ്യിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഉസ്താദ് കയ്യിക്ക് വെള്ളം പാർന്നിരുന്ന് കണ്ടപ്പം ശിഷ്യനാവുന്ന ഇമാം ഷാഫി ബേജാറായി. ഉസ്താദ് എന്തായി ചെയ്യുന്നത്? മോനെ, നീ എൻ്റെ ശിഷ്യനാണ്, ഞാൻ ഉസ്താദാണ്, അതൊക്കെ ശരിയാണ്. ഇപ്പോൾ നീ എൻ്റെ ലൈഫാണ്, അതിഥിയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് കൽപ്പിച്ചത് ഫൽയുക്രിം ലൈഫഹു, ഇക്റാമുൽ ലൈഫാണ് വേണ്ടത്. ഇക്റാമാണ്. ഏതെങ്കിലും തെണ്ടികളെ വിളിച്ചിട്ട് ഒരു പ്ലേറ്റും ഒരു കുഞ്ഞിക്കൈലുമായിട്ട് പാത്രത്തിന്റെ വക്കീലൊക്കെ തെണ്ടിച്ച് ബൊഫേ എന്ന് പേരും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ഇസ്ലാമിൽ അത് അംഗീകാരം കിട്ടുന്നതല്ല. ഇസ്ലാമിൽ അത് അവഹേളനമാണ്. അത് നമ്മുടെ സംസ്കാരമല്ല. ഇബ്രാഹിമി മില്ലത്താണ് നമ്മുടെ സംസ്കാരമെങ്കിൽ ആ മില്ലത്തിന്റെ പുറത്താണത്. ആട്ടെ, വിഷയം അതല്ല. പിന്നെ അത്യാഹിതങ്ങൾ, വിപത്തുകൾ, വിഷമങ്ങൾ, പ്രതിസന്ധികൾ നേരിടുന്നവർ എവിടെയാണോ അവിടെ ചാടി വീണ് വേണ്ടതുപോലെ പ്രശ്നം കൈകാര്യം ചെയ്ത് പരിഹാരമുണ്ടാക്കുന്ന സ്വഭാവമുള്ളവരാണ് തങ്ങൾ. ഈ 6 ഗുണം നിങ്ങളിൽ ഞാൻ ഈ 15 കൊല്ലമായിട്ട് അനുഭവിച്ച് ബോധ്യപ്പെട്ട സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സൽഗുണ സമ്പന്നരായ ഒരാളെ അള്ളാഹു ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൈവെടിയുകയില്ല. അതുകൊണ്ട് ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിച്ചോ, അത് പൂർത്തിയാക്കാനുള്ള വഴിയും അള്ളാഹു തആല എളുപ്പമാക്കി തരും. എന്തൊരാശ്വാസമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എല്ലാ പ്രശ്നത്തിനും പരിഹാരം തൽക്കാലത്തേക്കായി. എന്നാൽ ഉടനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി അങ്ങോട്ട് കൂടാനോ അത്ര എടുത്തു ചാടുന്ന ആളല്ല ഖദീജ ബീവി. ഖദീജ ബീവി വീണ്ടും അബദ്ധത്തിൽ പെടരുത്. പോയി നോക്കുക,
ശരിയില്ലെങ്കിൽ പോരാ നിൽക്കല്ല, പോകുന്നതിന് മുമ്പ് എന്നെ ഉറപ്പ് വരുത്തുക. തൗറാത്തും ഇഞ്ചിയിലും പഠിച്ച തൻ്റെ പ്രിയപ്പെട്ട പിതൃവ്യപുത്രൻ വറഖത്ത് ബിൻ നൗഫലിൻ്റെ അരികെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടിപ്പോയി. അന്ന് അദ്ദേഹത്തിന് 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ബുദ്ധിക്കോ സംസാരശേഷിക്കോ ഒന്നും ഒരു കുഴപ്പമില്ല, കണ്ണ് കാഴ്ചയില്ല, വയസ്സായും ചെയ്തിട്ടുണ്ട്. അടുത്ത് കൊണ്ടുപോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തെത്തിച്ചിട്ട് വറഖത്ത് ബിൻ നൗഫലിനോട് പറഞ്ഞു, യബ്ന അമ്മി ഇസ്മാ മിൻ ഇബ്നി അഖീഖ്, എൻ്റെ പിതൃവ്യപുത്രനായിട്ടുള്ളവരെ, എൻ്റെ ഭർത്താവ് അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടി എന്തോ ചിലതൊക്കെ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് ശരിക്കും കേട്ടു നോക്കുകയാണ്. നബി തങ്ങൾക്ക് സംശയം തീർക്കാനല്ല കേട്ടോ, അത് ആദ്യം തന്നെ മനസ്സിലാക്കിക്കൊള്ളാം. നബി തങ്ങൾക്ക് ഇതിൻ്റെ വിഷയത്തിൽ സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നബിയായത് ബോധ്യപ്പെട്ടത് നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വഹയ്യ് തന്ന് പോകുമ്പോൾ എൻ്റെ കൽബിൽ ഒരു പാറക്കല്ലിൽ കുത്തിയതുപോലെ കാര്യങ്ങളെല്ലാം തെളിഞ്ഞ് മാച്ചാമായ നിനക്ക് ബോധ്യപ്പെട്ടിരുന്നു എന്ന്. അപ്പൊ നബി തങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടല്ലത്, മറിച്ച് ഇത് തന്നെയാണ് ആ പ്രതീക്ഷിക്കുന്ന വ്യക്തി എന്ന് കൂടുതൽ വിവരവും പക്വതയുമുള്ള ആളുകളോട് അന്വേഷിച്ച് ഉറപ്പ് വരുത്തിയിട്ട് തൻ്റെ കാര്യം രക്ഷപ്പെടാൻ ഖദീജ ബീവിൻ്റെ. അങ്ങനെ എന്തൊക്കെയാണ് മാതാത്തറായ ഇബ്നാഹി നബി തങ്ങളോട് ചോദിക്കുക, എന്താ നിങ്ങൾ കാണുന്നത്? അങ്ങനെ ഉണ്ടായ സംഭവം റായിൽ വെച്ചിട്ട് കണ്ട മലക്കിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ചും സംഗതികളൊക്കെ വിശദമായി പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, സുബ്ബൂഹുൻ സുബ്ബൂഹുൻ ഹാദ നാമൂസുല്ലദീ യതി അലാ മൂസ. കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന് തൗറാത്ത് ഇറക്കി കൊടുത്തതും വഹ്യ് കൊടുക്കുന്നതുമായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന് വഹ്യ് കൊടുക്കുന്ന അതേ നാമൂസാണ്, ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഇനിയും വരുമ്പോൾ ചെറിയ വേജാറും വിഷമൊക്കെ ഉണ്ടാവും, ധൈര്യമായിട്ട് ഉറച്ചു നിന്നോളുണ്ട്. ഖദീജ ബീവിയോട് പറഞ്ഞു, പറഞ്ഞത് സത്യമാണെങ്കിൽ മോളെ, തൗറാത്തിലും ഇഞ്ചീലിലും ഈസാ അലൈഹിസ്സലാമും മൂസ അലൈഹിസ്സലാമും നമ്മളെ പഠിപ്പിച്ച ലോകത്തിന്റെ രക്ഷകനും അന്ത്യപ്രവാചകനുമായ പ്രവാചകൻ നിന്റെ ഭർത്താവുന്ന അല്ലമീൻ തന്നെയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നബി തങ്ങളോട് പറഞ്ഞു, മോനെ എനിക്ക് പറ്റ വയ്യാതായി, വയസ്സായി, നിങ്ങളുടെ നാട്ടുകാർ നിങ്ങളെ നാട് കടത്തുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് ഞാനുണ്ടെങ്കിൽ അന്ന് ശക്തമായി നിങ്ങൾക്ക് ഞാൻ പിന്തുണ തരും, നിങ്ങളെ ഞാൻ സഹായിക്കും. തങ്ങൾ ചോദിച്ചു, അവ മുഖരിജിയഹും, ഇന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ മക്കയിലുള്ള കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും മുതിർന്നവർക്കും ആണിനും പെണ്ണിനും ഇത്രമാത്രം മഹബത്തും സ്വീകാര്യതയുള്ള ഒരു മനുഷ്യൻ ഹറമിൽ എവിടെയുമില്ല, ലോകത്ത് തന്നെ കേട്ടില്ല. അത്രയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന എന്നെ എൻ്റെ നാട്ടുകാർ നാട് കടത്തുന്നു, എന്തായി പറയുന്നത്? മഹാനവറുകൾ പറഞ്ഞു, അത് നിങ്ങളോടുള്ള വിരോധമല്ല, നിങ്ങൾ ഈ കൊണ്ടുവരുന്ന തത്വം ഈ തൗഹീദിന്റെയും റിസാലത്തിന്റെയും സന്ദേശമായി ലോകത്ത് കഴിഞ്ഞു പോയ അംബിയ മുർസലീങ്ങളെയൊക്കെയും എതിർക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും നാട് കടത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതേ തത്വം തന്നെയാണ് നിങ്ങളും കൊണ്ടുവരുന്നത്. സ്വാഭാവികമായും ചരിത്രത്തിന്റെ ആവർത്തനം എന്ന നിലക്ക് ഇങ്ങനെ നിങ്ങൾക്കെതിരുണ്ടാവും, നാട്ടിൽ നിന്നിട്ട് നാട് വിടേണ്ട സാഹചര്യം സംജാതമാകും. എന്നിട്ട് നിർത്തിയില്ല, വീണ്ടും പറഞ്ഞു, നിങ്ങളോട് ആയുധമെടുത്ത് നിങ്ങളുടെ നാട്ടുകാർ പൊരുതുന്നൊരു സമയമുണ്ടാവും, അന്ന് ഞാനുണ്ടെങ്കിൽ എൻ്റെ കൈ ജീവൻ നിലനിൽക്കുന്ന സമയത്ത് അവർക്കെതിരിൽ ആയുധം പിടിച്ച് നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്യാൻ ഞാനുണ്ടാകും എന്ന് പറഞ്ഞു. ഖദീജ ബീവി തിരിച്ചു പോന്നു. പിന്നെ അധികം താമസിയാതെ വറഖത്ത് ബിൻ നൗഫൽ ഇഹലോകവാസം മേടിക്കും. അദ്ദേഹം സ്വഹാബി തന്നെയാണ് എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. ഏതായാലും സ്വർഗാവകാശികളിൽപ്പെട്ട മഹാനാണ്. കാരണം തൗറാത്തിലും ഇഞ്ചീലിലും വിശ്വസിക്കുകയും നബി തങ്ങളുടെ ആദ്യ സന്ദേശം കേട്ട് വിശ്വസിക്കുകയും ചെയ്തതാണ്. അന്ന് ദഅവത്തിനുള്ള കൽപ്പന നബി തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, നുബുവത്തേ ഉള്ളൂ. 3 വർഷക്കാലം നുബുവത്തിന്റെ കാലഘട്ടമാണ്. അന്ന് പരസ്യമായ പ്രബോധനമില്ല. വ്യക്തിപരമായ അടുത്ത ആളുകൾ, പരിചയസമ്പന്ന ആളുകൾ, സ്നേഹിതന്മാർ, ബന്ധുക്കൾ പോലെയുള്ള ആളുകളെ സ്വകാര്യമായിട്ട് വ്യക്തിപരമായ ദഅവത്ത് മാത്രമേ ഉള്ളൂ. പരസ്യമായ ദഅവത്ത് റിസാലത്തിന് ശേഷമാണ് വരുന്നത്. അങ്ങനെ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ ഇസ്ലാമതം സ്വീകരിച്ചു. അന്ന് വൈകിട്ടുള്ള നിസ്കാരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയും ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിച്ചു. അങ്ങനെ ലോകത്ത് ആദ്യമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
2 റക്അത്ത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ തുടർന്ന് ഹെറാ പർവ്വതത്തിന്റെ താഴ്വരയിൽ നിന്നിട്ടും കാലത്തെ നിസ്കരിച്ചെങ്കിൽ വൈകിട്ട് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജമാഅത്തായിട്ട് നിസ്കരിച്ചു. 1-ാം തീയതി മുസ്ലിമാവുകയും അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ നിസ്കരിക്കുകയും ചെയ്ത മഹദിയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. പക്ഷേ ഇന്ന് നമ്മൾ നിസ്കരിക്കുന്ന 5 വഖ്ത് നിസ്കാരം നുബുവത്തിന്റെ 11-ാം വർഷത്തിന്റെ അവസാനത്തിലാണ് അത് അവതരിക്കുന്നത്. അതിന് മുമ്പ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ വഫാത്തായിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇസ്ലാം തുടങ്ങിയ അന്ന് തന്നെ നിസ്കാരവും തുടങ്ങിയിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ത്വായിഫുകാരോട് പറഞ്ഞു കാണാം, ത്വായിഫുകാർ ഒന്നിച്ചു വന്ന് ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറായി. അവർ ചില ഡിമാൻഡുകൾ പറഞ്ഞിരുന്നു. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു ഡിമാൻഡാണ് വഅല്ലാ നുസല്ലിയ, ഞങ്ങൾക്ക് നിസ്കാരം നിർബന്ധമാണ് എന്ന ഓഫർ ഒഴിവാക്കി തരണം. നിസ്കാരം നിർബന്ധമുണ്ട് എന്നതിൽ നിന്നിട്ട് ഞങ്ങൾ ഒന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറയും, ലാ ഖൈറ ഫീ ദീനിൻ ലാ സ്വലാത്ത ഫീ. ആദം നബി അലൈഹി സ്വലാം തൊട്ട് ഇന്ന് വരെ കഴിഞ്ഞു പോയ ഒരു നബിമാരുടെ ദീനും ഖൈറായ ദീനിലെല്ലാം നിസ്കാരമുണ്ട്. നിസ്കാരമില്ലാത്തൊരു ദീന് ലോകത്തുണ്ടോ? ആ ദീനിൽ ഖൈറില്ല. അപ്പൊ ദീനിന്റെ ആകത്തുകയും സത്തയുമാണ് നിസ്കാരം. അത് 1-ാം തീയതി തന്നെ ഉള്ളൂ. പക്ഷെ ഇന്നത്തെ നിസ്കാരമല്ല. രാവിലെ 2 റക്അത്ത്, വൈകിട്ട് 2 റക്അത്ത്, രാവിലെയും വൈകുന്നേരം 2 നേരമായിട്ട് ഈ 2 റക്അത്ത് വീതം നിസ്കരിക്കുന്ന നിസ്കാരമാണ് അക്കാലത്തുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ ശേഷം ഇസ്ലാം മതം സ്വീകരിച്ചത് ആ വീട്ടുകാർ തന്നെ. ആദ്യമായിട്ട് പോറ്റുമകനായിട്ട് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. അന്ന് 8 വയസ്സ് അല്ലെങ്കിൽ 9 വയസ്സ് പ്രായമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുത്രനായി ദത്തെടുത്ത് വളർത്തിയിരുന്ന സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ മക്കള് തങ്ങളിൽ നിന്നുള്ള 4 മക്കളുണ്ട്. പെൺമക്കളൊക്കെ ഉണ്ട്. ഒക്കെ ഫാത്തിമ ബീവി മുതൽക്ക് ഇങ്ങോട്ടുള്ള 4 പെൺമക്കളും ഉണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ നേരത്തെ വലിയൊരു ദാരിദ്ര്യം വന്ന സമയത്ത് അബൂ ത്വാലിബിന് പ്രയാസം നേരിട്ടപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, എടാപ്പ മൂത്താപ്പാക്ക് സാമ്പത്തികമായി വലിയ വിഷമം പ്രയാസമാണ്, മക്കളാണെങ്കിൽ കുറേ ആണല്ലോ. ഇപ്പം നമ്മൾ ചെറിയൊരു ആശ്വാസത്തിന് ഓരോരുത്തരെ നമ്മൾ ഏറ്റെടുത്തെങ്കിലോ. അബ്ബാസ് റളിയല്ലാഹു അൻഹു നല്ല പണക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ നമ്മൾ പോവാറ്. അങ്ങനെ ചെന്നിട്ട് അബൂ ത്വാലിബിനോട് പറഞ്ഞ്, ഇങ്ങനെ ഇപ്പോൾ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ആണല്ലോ, ഞങ്ങൾക്കാണെങ്കിൽ നല്ല ഹൈറുവാണ്, അതുകൊണ്ട് ഒരു മോനെ ഞാൻ ഏറ്റെടുത്തോളാം. അപ്പം അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു മോനെ ഞാനും ഏറ്റെടുത്തോളാം. അപ്പോൾ അബൂ ത്വാലിബ് പറഞ്ഞു, അഖീലിനെയും ത്വാലിബിനെയും എനിക്ക് വിട്ട് എന്നാൽ ബാക്കി നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളിയായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഏറ്റെടുത്തു. അലി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചെറിയ കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് തന്നെ ഖദീജ ബീവി പോറ്റി വളർത്തിയ നബി തങ്ങളുടെ വീട്ടിലാണ് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വളർന്നത്. അതുപോലെ തന്നെ നേരത്തെയുള്ള 3 മക്കൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരഭിപ്രായത്തിൽ 4 മക്കൾ. ഫാത്തിമ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ 4 മക്കൾ, ഒരു പെൺകുട്ടിയും 2 ആൺകുട്ടികളും നേരത്തെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 4 പെൺമക്കളും. ഇവരെല്ലാവരും ആദ്യ ദിവസം തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ അഹ്ലുൽ ബൈത്ത് എന്ന പേര് എല്ലാ അർത്ഥത്തിലും യോജിക്കുന്നത് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലാണ്. കാരണം ഇസ്ലാം സ്വീകരിച്ച സമ്പൂർണ്ണമായൊരു അഹ്ലുൽ ബൈത്ത് ഇസ്ലാമിൻ്റെ 1-ാം തീയതി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ വീട് മാത്രമേ ഉള്ളൂ. അന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പുറത്ത് കച്ചവടത്തിന് ആവശ്യാർത്ഥം യാത്ര പോയതാണ്. അത് കഴിഞ്ഞ ഖലീഫമാരെ പറ്റി പറഞ്ഞ ഭാഗത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹം അവിടെ വെച്ചിട്ട് സ്വപ്നം കാണുകയും അവിടുത്തെ ഒരു പുരോഹിതൻ കൃത്യമായി അതിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് കച്ചവടം കഴിഞ്ഞ് വന്ന് ഉടനെ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു കണ്ടുകൊണ്ട് കണ്ടപാടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞു. ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചല്ലോ, ഒമാ അലാമത്തു ദാലിക, നിങ്ങൾ അങ്ങനെ റസൂലാണെന്ന് പറഞ്ഞാൽ പോരല്ലോ, എന്താ തെളിവ് ചോദിച്ചു. തെളിവ് നിങ്ങൾ ഷാമെന്ന് സ്വപ്നം കണ്ടില്ലേ,
അതെന്നെ. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടു വട്ടം ആലോചിക്കേണ്ടി വന്നില്ല. അപ്പോൾ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ ഒരു പരിപൂർണ മനുഷ്യൻ എന്ന് പറയാൻ പറ്റുന്ന ആളുകളുടെ കൂട്ടത്തിൽ സ്വതന്ത്രനായ ഒരാൾ ആദ്യമായി ഇസ്ലാം മതം വിശ്വസിച്ചത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. എന്നാൽ എല്ലാ അർത്ഥത്തിലും ഒന്ന് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയും തൊട്ടടുത്ത് ആ വീട്ടിലുള്ള മക്കളാണ്. അത് കഴിഞ്ഞിട്ടാ ബാക്കിയൊക്കെ. എന്നിട്ട് അവിടെ നിന്ന് കുറേ ദിവസം പിന്നെ വഹിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമായി. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കാണാനും വഹി ലഭിക്കാനുമുള്ള താല്പര്യം ഉത്കടമായി. വളരെ വിഷമിച്ച് വലിയ കുന്നിലും മലയിലും ഒക്കെ കയറും. മുകളിലെത്തുമ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കാണും, സലാം പറയും, യാ മുഹമ്മദ് അൻത റസൂലുള്ളാഹി വഅന ജിബ്രീൽ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്, ഞാൻ ജിബ്രീലാണ് എന്ന് പറയും. അപ്രത്യക്ഷമാവും. കുറച്ച് ദിവസത്തിന് സമാധാനം കിട്ടും. വീണ്ടും അസ്വസ്ഥനാവും, പൊറുതികേടാവുമ്പം വല്ല കുന്നിലും മലയിലും ഒക്കെ കയറി ആളില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കാണും, സലാം പറയും, അൻത റസൂലുള്ളാഹി വഅന ജിബ്രീൽ പറയും, സമാധാനവും, ഇറങ്ങിപ്പോരും. ഇങ്ങനെ കൂടുതൽ കൂടുതൽ താല്പര്യമുണ്ടായി ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള യോഗ്യത ഒന്നുകൂടി നേടാൻ വേണ്ടിയിട്ട്, മാനസികമായി സജ്ജീകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ദിവസം ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ അജിയാദിന്റെ ഭാഗത്ത് ഒരു കസേരയിൽ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതായി കണ്ടു. പേടിച്ച് വിറച്ച് വീണ്ടും വീട്ടിൽ ചെന്നു. ദമ്മിലൂനി ദമ്മിലൂനി, പുതപ്പിട്ട് കടന്നു. ശ്വാസമായതിനു ശേഷം ജിബ്രീൽ അലൈഹി ഇസ്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. യാ അയ്യുഹൽ മുസമ്മിൽ, ഈ മുസമ്മിൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം, ആശയം എന്നൊക്കെ വിശദമായി പറയേണ്ടതാണ്. അതിൻ്റെ സമയമല്ലാത്തതുകൊണ്ട് ഇപ്പോഴും അതിലേക്ക് കിടക്കുന്നത്. ഏതായാലും ഒന്ന് കണക്കുക, ഇതൊരു ആക്ഷേപ വാക്കല്ല, ഒരു അംഗീകാരത്തിൻ്റെ ചിഹ്നമാണ്. അതായത് പേടിച്ചിരണ്ട് പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന ആളെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഐബിൻ്റെ സിഫത്താണ്. ഇവിടെ അതല്ല. നുബുവത്തിൻ്റെയും റിസാലത്തിൻ്റെയും പൊന്നാട അണിയിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ സർവ്വലോക രക്ഷിതാവായ തമ്പുരാൻ റിസാലത്തും നുബുവത്തുമാവുന്ന ഉടയാടകൾ അണിയിച്ച് അവിടുത്തെ സ്ഥാനവസ്ത്രം അണിയിക്കപ്പെട്ടവരെ എന്ന നമ്മൾ പൊന്നാട അണിയിക്കുക എന്ന് പറയുമ്പോഴേ ഞാൻ അങ്ങനെ കരുതും, ഈ ആണുങ്ങൾക്കൊക്കെ എന്നെ പൊന്നാട അണിയിക്കല്. അങ്ങനെ പണ്ട് ജിദ്ദയില് ദഅവത്ത് തുടർച്ചയായിട്ട് 10 കൊല്ലം പൂർത്തിയാക്കിയപ്പോൾ കമ്മിറ്റിക്കാരൊക്കെ അവിടെ കൂടി എനിക്ക് പൊന്നാട അണിയിക്കുകയാണ് കരുതി. അപ്പം ഞാൻ കരുതി എനിക്കിപ്പോൾ ഒരു കുട്ടി, അന്നൊരു പെൺകുട്ടിയുള്ളത്, എൻ്റെ കുട്ടീനെ കെട്ടിക്കാനൊരു കാര്യമാവും ഇക്കാരം, കാരണം ഇവരൊക്കെ അവിടെ പൊന്നാട അണിയിക്കുകയല്ലേ. അപ്പം വന്നാണ്ട് എന്താ കാര്യമായ ഒരു ഷെയ്ഖിനെ വിളിച്ചു കൊണ്ടുവന്ന്, വലിയൊരു മഹാനാ ദ്വാക്കി ഇജാബത്തുള്ള, അവര് നല്ലൊരു കാശ്മീരി ഷാള് ഇങ്ങനെ ബിസ്മിയും ഇതൊക്കെ ചെല്ലിക്കാണ്ട് ഇങ്ങനെ പൊതച്ചെന്ന്. അതത്ര പൊന്നാട അണിയിക്കുക, അതാണ് സ്ഥാനവസ്ത്രം അണിയിക്കുന്ന അർത്ഥം. അപ്പൊ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിസാലത്തുൻ നുബുവത്തുമാവുന്ന പൊന്നാട അണിയിക്കപ്പെട്ട് വാനലോകത്ത് ആദരിക്കപ്പെട്ട ഹബീബായ നബിയെ, ഇതുവരെ അങ്ങേക്ക് നുബുവത്തെ തന്നിരുന്നുള്ളൂ. വ്യക്തിപരമായി അടുത്തറിയുന്ന പരിചയക്കാരായ ആളുകളോട് മാത്രം സ്വകാര്യമായി ദഅവത്ത് നടത്തിയിരുന്നു. ഇനി അത് പറ്റൂല. ഖും ഫഅൻദിർ, ഇനി എഴുന്നേറ്റ് നിന്ന് പരസ്യമായി പ്രബോധനം നടത്തണം. അങ്ങനെ 3 കൊല്ലം നുബുവത്തിന്റെ ശേഷം 20 കൊല്ലത്തെ റിസാലത്ത്. അങ്ങയോട് ആജ്ഞാപിക്കപ്പെട്ടത് എന്തോ ഭവിഷ്യത്ത് ചിന്തിക്കേണ്ട ആവശ്യമില്ല, പരസ്യമായി പ്രചരിപ്പിച്ചു കൊള്ളുക എന്ന ഓർഡറോടുകൂടി റിസാലത്ത് വന്നു. അങ്ങനത്തെ ആദ്യത്തെ കൊല്ലം തന്നെ ധാരാളം മഹാന്മാർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേനയും മറ്റ് സഹാബാക്കൾ മുഖേനയും വ്യക്തിപരമായ ബന്ധത്തിലൂടെയും ഇസ്ലാമിലേക്ക് വന്നു. പിന്നീട് 3 വർഷം കഴിഞ്ഞ് റിസാലത്ത് വന്നപ്പോഴാണ് അന്തരീക്ഷം ചൂടാവുന്നത്. ആ ഭാഗം ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.